വാസുകി വാക്യം. ശൗനകൻ പറഞ്ഞു, ജനമേജയന്റെ സർപ്പസത്രത്തിൽ ഋത്വിക്കുകളായ മഹർഷികൾ ആരൊക്കെയായിരുന്നു? സർപ്പങ്ങൾക്ക് ദുഃഖം വർദ്ധിപ്പിക്കുന്ന ആ സർപ്പസത്രത്തിൽ ഘോരകർമാക്കളായ സദസ്യന്മാർ ആരൊക്കെയായിരുന്നു? എല്ലാം ഹേ സൂതനന്ദന, വിസ്തരിച്ചു പറയുക. എല്ലാവരെയും അറിയണമെന്ന് ആഗ്രഹമുണ്ട്, സൂതൻ പറഞ്ഞു. ഇനി യാഗത്തിൽ ക്രിയ ചെയ്യുന്ന ആചാര്യന്മാരായ മുനിമാരുടെ പേരുകൾ പറയാം. അന്ന് ഹോതാവായിരുന്നത് വേദപാരകനും ച്യവനാന്വയ സംഭൂതനുമായ ചണ്ഡഭാർഗവ മുനിയാണ്. ഉദ്ഗാതാവ് വിദ്വാനും വൃദ്ധനുമായ കൗത്സ ബ്രാഹ്മണനായിരുന്നു. ബ്രഹ്മാവ് ജൈമിനി മഹർഷിയായിരുന്നു. അധ്വരിക്കുകൾ ശാർഗരവനും പിങ്കളനുമായിരുന്നു. വ്യാസൻ പുത്രശിഷ്യവർഗത്തോടു കൂടി സദസ്സിനായി വന്നു. ഉദ്ദാലകൻ, പ്രമദകൻ, പിങ്കളൻ, ശ്വേതകേതു, അസിതൻ, ദേവലൻ, നാരദൻ, പർവ്വതൻ, ആത്രേയൻ, കുണ്ഡജഠരൻ, കാലഘടൻ, വാത്സ്യശ്രുതസ്രവസ് എന്ന ജപതപോരതനായ വൃദ്ധൻ, കോലാഹലൻ, ദേവശർമാവ്, മൗൽഗല്യൻ, സമസൗരഭൻ ഇവരും മറ്റു പല വേദജ്ഞ ദ്വിജമുഖ്യന്മാരും ജനമേജയന്റെ സത്രത്തിലെ സദസ്യന്മാരായി വന്നു ചേർന്നു. ഋത്വിക്കുകൾ മഹാസത്രത്തിൽ ഹോമിക്കുവാൻ തുടങ്ങിയപ്പോൾ ഭയങ്കരന്മാരായ ഘോരസർപ്പങ്ങൾ വന്നു വീഴുവാൻ തുടങ്ങി. നാഗങ്ങളുടെ വസയും മേധസ്സും തോട്ടിൽ ഒലിച്ചു. എരിയുന്ന സർപ്പങ്ങളുടെ ഗന്ധം പാരിൽ പരന്നു. തീയിൽ വീഴുന്നവരും വാനിൽ വരുന്നവരും ദേഹം കത്തി ദഹിക്കുന്നവരുമായ സർപ്പങ്ങളുടെ ശബ്ദം എങ്ങും മുഴങ്ങി. ജനമേജയ രാജാവ് ദീക്ഷിച്ച കഥ കേട്ട് പേടിച്ച് തക്ഷകൻ പുരന്ദരപുരിയിൽ പോയി ദേവാധിരാജനെ ശരണം പ്രാപിച്ചു. പേടിച്ചു വിറച്ച് തക്ഷകൻ ഇന്ദ്രനെ ശരണം പ്രാപിച്ചപ്പോൾ ഇന്ദ്രൻ അവനോട് പറഞ്ഞു, ഹേ തക്ഷക, സർപ്പവര്യ, സർപ്പസത്രത്തെ നീ ഭയപ്പെടേണ്ട. ഭവാന് വേണ്ടി ഞാൻ മുമ്പേ തന്നെ വിരിഞ്ചിനെ കനിയിച്ചിട്ടുണ്ട്. ഭവാന് അതിൽ വൈഷമ്യമുണ്ടാകയില്ല. ഉൾഭ്രാന്തി കൈവിട്ടാലും. ഇന്ദ്രൻ പന്നംഗപ്രഭുവായ തക്ഷകനെ ആശ്വസിപ്പിച്ചു. നന്ദിയോടെ ഇന്ദ്രഭവനത്തിൽ അവൻ പാർത്തു. സർപ്പങ്ങൾ തീയിൽ സങ്കടപ്പെട്ട് തുരുതുരെ വീഴുവാൻ തുടങ്ങിയപ്പോൾ തന്റെ പരിവാരങ്ങൾ ഒടുങ്ങിയ വാസുകി സംഭ്രമിച്ചു. അവൻ ഉള്ളുഴന്ന് സഹോദരിയെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു. വാസുകി പറഞ്ഞു, ഭദ്രേ, എന്റെ ദേഹം തളരുന്നു. ഒരു ദിക്കും ഞാൻ കാണുന്നില്ല. എന്റെ മനസ്സ് ഉഴലുന്നു, കണ്ണു ചുറ്റുന്നു, ഹൃദയം പിളരുന്നു. ഞാനും അവശനായി ആ തീയിൽ ചെന്നു ചാടും. പാരീക്ഷിതന്റെ മഖം നമ്മെ പൊരിക്കുന്നതിന് നടത്തുന്നതാണ്. ഞാനും യമാലയത്തിൽ ഉടനെ പോകേണ്ടതായി വരും. നിന്നെ എന്ത് വിചാരിച്ചാണോ ചരൽക്കാരുവിന് നൽകിയത്, ഇപ്പോൾ അതിനു കാലമായി. നീ ഞങ്ങളെ കെൽപ്പോടെ കാക്കുക. ആ സർപ്പസത്രം എത്ര വൃത്തിയായി നടക്കുന്നതായാലും ആസ്തികൻ ചെന്ന് അത് നിർത്തുമെന്ന് പത്മജൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വത്സേ, വൃദ്ധഹിതനും വേദവിത്തനുമായ നിന്റെ പുത്രനെ നീ പറഞ്ഞു വിടുക. ഭൃത്യന്മാരോടുകൂടി അവൻ പോയി എന്നെ വിമുക്തനാക്കട്ടെ.